ജെ സ്റ്റോറി വേൾഡിലേക്ക് സ്വാഗതം. പ്രചോദനാത്മക ജീവിത കഥകൾ, സാഹസിക കഥകൾ, മാന്ത്രിക കഥകൾ, യഥാർത്ഥ സംഭവങ്ങൾ, ചരിത്ര കഥകൾ എന്നിവ മലയാളത്തിൽ കേൾക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ജെ സ്റ്റോറി വേൾഡ്. ഓരോ കഥയും ഒരു പുതിയ ലോകം. എൻ്റെ പേര് ഭരത് ഭൂഷൺ തിവാരി. ഞാൻ ബീഹാറിലെ ഭോജ്പൂർ ജില്ലയിലെ ഒരു സാധാരണ ഗ്രാമത്തിൽ ജനിച്ച ആളാണ്. വലിയ സമ്പത്തോ രാഷ്ട്രീയ ശക്തിയോ ഒന്നും എനിക്കില്ലായിരുന്നു. എന്നെ അറിയുന്നവർക്ക് ഞാനൊരു സാധാരണ യുവാവായിരുന്നു. പക്ഷേ എൻ്റെ ഗ്രാമത്തിലെ പ്രശ്നങ്ങൾ കണ്ടപ്പോൾ മിണ്ടാതിരിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. ചെറുപ്പം മുതൽ ഞാനൊരു കാര്യം ശ്രദ്ധിച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നേതാക്കൾ ഗ്രാമത്തിലെത്തും. വലിയ വാഗ്ദാനങ്ങൾ പറയും. റോഡുണ്ടാക്കും, വെള്ളപ്പൊക്ക പ്രശ്നം പരിഹരിക്കും, കർഷകരെ സഹായിക്കും എന്നൊക്കെ പറയും. പക്ഷേ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പലരെയും കാണാനേ കഴിയില്ല. ആദ്യം ഞാനിതൊക്കെ സാധാരണ കാര്യമാണെന്ന് കരുതി. പക്ഷേ വർഷങ്ങൾ കടന്നുപോയിട്ടും അവസ്ഥ മാറിയില്ല. മഴ പെയ്താൽ ചില പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാകും. ജനങ്ങൾ ദുരിതമനുഭവിക്കും. പലരും പരാതിപ്പെടും. എന്നാൽ കേൾക്കാൻ ആരുമില്ല. അപ്പോഴാണ് ഞാൻ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ തുടങ്ങിയത്. എൻ്റെ ഫോണിൽ വീഡിയോ എടുത്ത് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പങ്കുവയ്ക്കാൻ തുടങ്ങി. ഒരു പാലം തകർന്നാൽ അതിൻ്റെ വീഡിയോ ഇടും. റോഡ് മോശമായാൽ അതിനെക്കുറിച്ച് സംസാരിക്കും. സർക്കാർ ഓഫീസുകളിൽ ജനങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ തുറന്നു പറയും. ആദ്യമൊക്കെ കുറച്ചാളുകൾ മാത്രമാണ് കണ്ടത്. പിന്നീട് കൂടുതൽ പേർ എൻ്റെ വീഡിയോകൾ കാണാൻ തുടങ്ങി. ഭരത്, നീ പറയുന്നത് ശരിയാണ്. ആരും പറയാത്ത കാര്യങ്ങളാണ് നീ പറയുന്നത്. ഇങ്ങനെ പലരും എന്നെ പ്രോത്സാഹിപ്പിച്ചു. അതോടെ എനിക്ക് കൂടുതൽ ആത്മവിശ്വാസം ലഭിച്ചു. പക്ഷേ എല്ലാവർക്കും അതിഷ്ടമായില്ല. ചിലർ പറഞ്ഞു, നീ അധികം സംസാരിക്കുന്നു. ചിലർ മുന്നറിയിപ്പ് നൽകി, ഭരത് സൂക്ഷിക്കണം. എന്നാൽ ഞാൻ പിന്നോട്ടില്ലായിരുന്നു. എൻ്റെ മനസ്സിൽ ഒരു ചിന്ത മാത്രമായിരുന്നു: നമ്മൾ സംസാരിച്ചില്ലെങ്കിൽ മാറ്റമെങ്ങനെ വരും? ദിവസങ്ങൾ കടന്നുപോയി. എൻ്റെ വീഡിയോകൾ കൂടുതൽ ആളുകളിലേക്കെത്തി. ചില വിഷയങ്ങളിൽ ഞാൻ വളരെ ശക്തമായി പ്രതികരിച്ചു. പലർക്കും അതിഷ്ടപ്പെട്ടു, ചിലർക്ക് അതിഷ്ടപ്പെട്ടില്ല. എൻ്റെ ജീവിതം പതുക്കെ മാറുകയായിരുന്നു. പക്ഷേ 2026 ജൂൺ മാസത്തിൽ കാര്യങ്ങൾ മറ്റൊരു വഴിയിലേക്ക് നീങ്ങി. അന്ന് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രയാസകരമായ ദിവസങ്ങളായിരുന്നു. എന്നെക്കുറിച്ച് പല തരത്തിലുള്ള വാർത്തകൾ പ്രചരിച്ചു. ചിലർ എന്നെ സാമൂഹിക പ്രവർത്തകനെന്ന് വിളിച്ചു, ചിലർ മറ്റു വിധത്തിൽ ചിത്രീകരിച്ചു. സാഹചര്യങ്ങൾ കൂടുതൽ സങ്കീർണമായി. ആ ദിവസങ്ങളിൽ ഞാൻ നിരന്തരം സോഷ്യൽ മീഡിയയിൽ സംസാരിക്കുകയായിരുന്നു. എൻ്റെ ചുറ്റും സമ്മർദ്ദം വർദ്ധിക്കുകയായിരുന്നു. പക്ഷെ ഞാൻ കരുതിയത് ജനങ്ങൾ സത്യം അറിയണമെന്നായിരുന്നു. ഒരു ദിവസം ഞാൻ ലൈവായി വന്നു. എൻ്റെ കയ്യിൽ ഫോണുണ്ടായിരുന്നു. ആയിരക്കണക്കിന് ആളുകൾ കാണുന്നുണ്ടായിരുന്നു. ഞാൻ സംസാരിച്ചു കൊണ്ടിരുന്നു. എൻ്റെ മനസ്സിൽ ഭയമുണ്ടായിരുന്നു. പക്ഷേ അതിനേക്കാൾ ശക്തമായിരുന്നത് എൻ്റെ വികാരങ്ങളായിരുന്നു. ആ സമയത്ത് പോലീസ് ഉദ്യോഗസ്ഥരും സ്ഥലത്തുണ്ടായിരുന്നു. സ്ഥിതി വളരെ സംഘർഷഭരിതമായിരുന്നു. എന്ത് സംഭവിക്കുമെന്ന് ആർക്കും അറിയില്ലായിരുന്നു. ഞാൻ ലൈവിൽ സംസാരിച്ചു കൊണ്ടിരുന്നു. ജനങ്ങൾ കമൻറ്റുകൾ ഇടുന്നുണ്ടായിരുന്നു. ചിലർ എന്നെ ശാന്തനാകാൻ പറഞ്ഞു. ചിലർ പിന്തുണയറിയിച്ചു. ചിലർ പ്രാർത്ഥിച്ചു. അപ്പോഴേക്കും സ്ഥിതി കൂടുതൽ ഗുരുതരമായി. എനിക്ക് മുന്നിൽ നിരവധി പോലീസ് ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. അവർക്കും സമ്മർദ്ദമുണ്ടായിരിക്കാം. എനിക്കും സമ്മർദ്ദമുണ്ടായിരുന്നു. ആ നിമിഷം ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്തതാണ്. ഞാൻ ചിന്തിച്ചു, ഇതെല്ലാം എങ്ങനെ ഇവിടെ വരെ എത്തി? എനിക്ക് ഓർമ്മ വന്നത് എൻ്റെ ഗ്രാമമാണ്. അമ്മയുടെ മുഖം, അച്ഛൻ്റെ വാക്കുകൾ, സുഹൃത്തുക്കൾ, എന്നെ പിന്തുണച്ച ജനങ്ങൾ എല്ലാവരും മനസ്സിലൂടെ കടന്നുപോയി. അവിടെയുണ്ടായിരുന്ന ഓരോരുത്തരും വ്യത്യസ്തമായ കഥകളാണ് പിന്നീട് പറഞ്ഞത്. പോലീസിൻ്റെ വാദം ഒന്നായിരുന്നു. എൻ്റെ കുടുംബത്തിൻ്റെയും നാട്ടുകാരുടെയും വാദം മറ്റൊന്നായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നീട് ഈ സംഭവം
വലിയ വിവാദമായി മാറി. ആ ദിവസം നടന്നതിനെക്കുറിച്ച് രാജ്യത്തെ പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു. സോഷ്യൽ മീഡിയയിൽ എൻ്റെ വീഡിയോ വ്യാപകമായി പ്രചരിച്ചു. ജനങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. ശരിക്കും എന്താണ് സംഭവിച്ചത്? ആരാണ് സത്യം പറയുന്നത്? എന്തുകൊണ്ടാണ് ഒരു യുവാവിൻ്റെ ജീവൻ നഷ്ടമായത്? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ എല്ലായിടത്തും ഉയർന്നു. എൻ്റെ മരണത്തിന് ശേഷം എൻ്റെ കുടുംബം നീതി ആവശ്യപ്പെട്ടു. നാട്ടുകാർ പ്രതിഷേധിച്ചു. പല സാമൂഹിക പ്രവർത്തകരും പ്രതികരിച്ചു. രാഷ്ട്രീയ നേതാക്കളും വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞു. സംഭവം കോടതിയിലുമെത്തി. സ്വതന്ത്ര അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് ഹർജികൾ സമർപ്പിക്കപ്പെട്ടു. ഞാൻ ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇതൊന്നും ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു. പക്ഷേ ജീവിതം ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെയാണ് പോകുന്നത്. ഇന്ന് എൻ്റെ പേര് കേൾക്കുമ്പോൾ പലർക്കും വ്യത്യസ്ത അഭിപ്രായങ്ങളാണ്. ചിലരെന്നെ സാമൂഹിക പ്രവർത്തകനായി കാണുന്നു, ചിലർ വിവാദ വ്യക്തിയായി കാണുന്നു, മറ്റു ചിലർ സത്യം പുറത്തുവരാൻ കാത്തിരിക്കുകയാണ്. എന്നാൽ എൻ്റെ കഥയിൽ നിന്ന് ഒരു കാര്യം പഠിക്കാനുണ്ട്. ഒരു സാധാരണ പൗരൻ്റെയും ശബ്ദത്തിന് ശക്തിയുണ്ട്. ഒരു മൊബൈൽ ഫോണിലൂടെ പോലും ആയിരക്കണക്കിന് ആളുകളിലേക്കെത്താം. പക്ഷേ അതോടൊപ്പം ഉത്തരവാദിത്തവും അപകടസാധ്യതയും ഉണ്ടാകും. ഞാനൊരു സാധാരണ ഗ്രാമത്തിലെ യുവാവായിരുന്നു. വലിയ നേതാവോ സിനിമാ താരമോ കോടീശ്വരനോ ആയിരുന്നില്ല. എന്നാൽ എൻ്റെ ജീവിതവും മരണവും രാജ്യവ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടു. അതുതന്നെയാണ് ജീവിതത്തിൻ്റെ വിചിത്രത. ഒരു ദിവസം ആരും ശ്രദ്ധിക്കാത്ത ആളായിരിക്കാം. അടുത്ത ദിവസം എല്ലാവരും സംസാരിക്കുന്ന പേരായിരിക്കാം. എൻ്റെ കഥ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. കാരണം സത്യം എന്താണെന്ന് കണ്ടെത്താനുള്ള അന്വേഷണം തുടരുകയാണ്. ഒരു ദിവസം മുഴുവൻ സത്യവും പുറത്തുവരുമെന്ന് പലരും പ്രതീക്ഷിക്കുന്നു. ഞാനും അതുതന്നെ ആഗ്രഹിക്കും. കാരണം ഒരു സമൂഹത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടത് സത്യമാണ്. സത്യം പുറത്തു വരുമ്പോഴാണ് നീതി സാധ്യമാകുന്നത്. ഞാൻ ഭരത് ഭൂഷൺ തിവാരി, ഒരു സാധാരണ ഇന്ത്യൻ പൗരൻ. എൻ്റെ ശബ്ദം ഇന്നും പലരുടെ ഓർമ്മകളിൽ ജീവിച്ചിരിക്കുന്നു. ഈ കഥയുടെ അടുത്ത ഭാഗത്തിനായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുതേ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. ഓരോ ലൈക്കും കമന്റും ഞങ്ങൾക്ക് വലിയ പ്രചോദനമാണ്.